Good evening, students. അപ്പം നമ്മൾ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി മാത്തമാറ്റിക്സിന്റെ ബ്രിഡ്ജ് കോഴ്സിന്റെ ആദ്യത്തെ ക്ലാസ്സുകൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചിരിക്കുന്നത് എന്ന് ഒന്ന് ജസ്റ്റ് റീക്യാപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് ആരെങ്കിലും ഓർത്ത് പറയാൻ വേണ്ടി പറ്റുമോ? നാച്ചുറൽ നമ്പേഴ്സ് പഠിച്ചു. Integer, rational number, integer number, irrational numbers. ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിച്ചത് അല്ലേ? numbers, irration. ഓക്കെ, ഫൈൻ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നമ്പേഴ്സിനെ പറ്റിയിട്ടാണ്. ഓക്കെ, എന്നാൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്രൈം നമ്പർ കൂടെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ബേസിക് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു 3rd സ്റ്റാൻഡേർഡ് മുതൽ നമ്മൾ മാത്തമാറ്റിക്സിന്റെ ചില ഓപ്പറേഷൻസ് ആണ് പഠിച്ചു തുടങ്ങുന്നത്. ഏതൊക്കെ ഓപ്പറേഷൻസ് ആണെന്ന് പറയാൻ പറ്റുമോ? എന്തൊക്കെ ഓപ്പറേഷൻസുകളാണ് നമ്മൾ മാത്തമാറ്റിക്സിൽ പഠിക്കുന്നത്? എന്താണ്? യെസ്, വെരി ഗുഡ്. അഡീഷൻ പഠിക്കുന്നുണ്ട്. ഓക്കെ. മൾട്ടിപ്ലിക്കേഷൻ പഠിക്കുന്നുണ്ട്. ഓക്കെ. ഡിവിഷൻ പഠിക്കുന്നുണ്ട്. ഓക്കെ. സോ മെയിൻ ആയിട്ട് 4 ടൈപ്പിലാണുള്ളത്. ഏതൊക്കെയാണ്? നമ്പർ 1 ഈസ് അഡീഷൻ. നമ്മൾ കൂട്ടുക എന്ന് പറയും മലയാളം മീഡിയത്തിൽ. 2 നമ്പേഴ്സിനെ കൂട്ടുക അല്ലെങ്കിൽ ആഡ് ചെയ്യുക. സോ ദാറ്റ് ഈസ് നോൺ ആസ് ആൻ അഡീഷൻ. സെക്കൻഡ് വൺ ഈസ് നോൺ ആസ് സബ്ട്രാക്ഷൻ. നമ്മൾ കുറക്കുക എന്ന് പറയും. സോ തേർഡ് വൺ മൾട്ടിപ്ലിക്കേഷൻ. ഫോർത്ത് വൺ ഡിവിഷൻ. ഇത് 4ആണ് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള ഓപ്പറേഷൻസ് പറയുന്നത്. ഇത് 4ആണ്. അതിൻ്റെ അകത്ത് അഡീഷൻ ഉണ്ട്. അഡീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി ഇത് ആഡ് ചെയ്യലാണ്. ദെൻ സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ മൈനസ് ചെയ്യണം. ദിസ് ഈസ് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ദിസ് ഈസ് ഡിവിഷൻ. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ആദ്യം ഞാൻ അഡീഷൻ പറയാം. ഞാൻ അതിന്റെ കുറെ കേസുകൾ പറയാം. ഞാൻ ഓരോ കേസുകളായിട്ട് ഞാൻ പറയാൻ പോവാണ്. അഡീഷൻ നമ്പർ 1. ആദ്യത്തത് നോർമൽ അഡീഷൻ എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ എനിക്ക് 12നെ ഒരു 36 കൊണ്ട് ആഡ് ചെയ്യണം. എങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്? നമ്മുടെ നോർമൽ മെത്തേഡ് എന്താണ്? ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇതിനെ നമ്മൾ ഇങ്ങനെ എഴുതും. 12 എന്നിട്ട് ഇവിടെ 36 എഴുതുന്നു. ഇവിടെ ഇങ്ങോട്ട് നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ? ദിസ് ഈസ് 8 ആൻഡ് ദിസ് ഈസ് 4. സോ ദ ആൻസർ ഈസ് ഈക്വൽ ടു 48. ഇത് നമ്മൾ ട്രഡീഷണൽ ആയിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന നോർമൽ അഡീഷണൽ മെത്തേഡ് ഇങ്ങനെയാണ്. വേറെ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ? 124 പ്ലസ് 46 എത്രയാണെന്ന് പറയോ? എത്രയാണ്? സോ 124 പ്ലസ് 46, ഇവിടെ 0 1 170. കറക്റ്റ്? യെസ്, 170. ഓക്കെ, ഇത് നോർമൽ അഡീഷൻ ആണ്. ഓക്കെ, ഇതെല്ലാവർക്കും അറിയാം, നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. എന്നാൽ ഞാൻ രണ്ടാമത്തെ കേസ് പറയുകയാണ്. ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് നാച്ചുറൽ നമ്പേഴ്സിനെയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ഞാൻ ഇവിടെ ഇനി നെഗറ്റീവ് നമ്പേഴ്സ് വന്നു എന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ -3 പ്ലസ് 2. ഇതിന്റെ ആൻസർ എത്രയാണ്? അതേപോലെ ഇത് നമ്പർ 1. ദെൻ നമ്പർ 2 -4 പ്ലസ് -3. ഇത് പറയണം. തേർഡ് വൺ 4 പ്ലസ് -2. എന്താണ് ഇതിന്റെ ആൻസർ? ആദ്യത്തെ ആൻസർ എത്രയാണ്? -3 പ്ലസ് 2 എത്രയാണ്? -1. എല്ലാവരും ഓക്കെ ആണോ? എല്ലാവരും ഓക്കെ ആണോ? നമ്മൾ ഇത് എങ്ങനെയാണ് എഴുതുന്നത്? ഇത് എഴുതുന്നത് നമ്മൾ നമ്മുടെ നമ്പർ ലൈൻ സിസ്റ്റത്തെ വെച്ചിട്ടാണ് നമ്മൾ എഴുതുന്നത്. എന്ന് പറഞ്ഞ ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കിക്കോളൂ. എനിക്ക് 2 നമ്പർ ആഡ് ചെയ്യണം. ആ നമ്പർ ഇങ്ങനെയാണ്: -3 പ്ലസ്
2 ആണ് ആഡ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ എന്ത് എഴുതണം? ഈ നമ്പർ സിസ്റ്റത്തിൽ സീറോയുടെ ഇത് 0 ആണ്, ഇത് സീറോയുടെ റൈറ്റ് സൈഡിലോട്ട് പോകുന്ന എല്ലാ നമ്പറും പോസിറ്റീവ് ആണ്, അതുപോലെ ഈ സൈഡിലോട്ട് വരുന്ന എല്ലാ നമ്പറും നെഗറ്റീവ് ആണ്. ഓക്കെ ആണോ? അപ്പൊ ഞാൻ ഏതൊരു പോയിന്റ് എടുത്താലും ആ പോയിന്റിൽ നിന്ന് റൈറ്റ് സൈഡിലോട്ടുള്ളത് പോസിറ്റീവും ലെഫ്റ്റ് സൈഡിലോട്ടുള്ളത് നെഗറ്റീവും ആണ്. ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കൂ, എനിക്ക് എന്താണ് ചെയ്യേണ്ടത്? -3 എന്ന് പറയുന്ന നമ്പറിന്റെ കൂടെ ഞാൻ 2 എന്ന് പറയുന്ന നമ്പറിനെ ആഡ് ചെയ്യണം. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? -3 എവിടെയാണ് കിടക്കുന്നത് നോക്കുക. എന്റെ നമ്പർ ലൈൻ സിസ്റ്റത്തിൽ ഇതാണ് -3 എന്ന് പറയുന്ന പോയിന്റ്. ഇനി ഈ -3യുടെ കൂടെ ഞാൻ എന്താ ചെയ്യണ്ടേ? പ്ലസ് എന്ന് പറഞ്ഞ ഏത് സൈഡിലോട്ട് മൂവ് ചെയ്യണം? റൈറ്റ് സൈഡിലോട്ടാണോ ലെഫ്റ്റ് സൈഡിലോട്ടാണോ? റൈറ്റ് സൈഡിലോട്ട്. എത്ര യൂണിറ്റ് മൂവ് ചെയ്യണം? 2 യൂണിറ്റ് മൂവ് ചെയ്യണം. അപ്പൊ നോക്ക്, ഇവിടുന്ന് 1 യൂണിറ്റ് മൂവ് ചെയ്തപ്പോൾ ഞാൻ എവിടെ എത്തി? ഞാൻ -2 1 യൂണിറ്റും കൂടി മൂവ് ചെയ്തപ്പോൾ ഞാൻ -1 കറക്റ്റ്? ഓക്കെ ആണോ? അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ആൻസർ ഇസ് ഈക്വൽ ടു -1. ക്ലിയർ ആണോ? എല്ലാവരും ഓക്കെ ആണോ ആ പോയിന്റ്? ഞാൻ മറ്റൊരു നമ്പർ പറയാണ്. -4 -2. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ആദ്യം നിങ്ങൾ -4 എടുക്കുക. നോക്കി, ഇതാണ് -4. ഇനി അടുത്ത സിമ്പിൾ ഏതാണ്? ദിസ് ഈസ് മൈനസ്, റൈറ്റ്? മൈനസ് എന്ന് പറഞ്ഞാൽ ഏത് സൈഡിലോട്ട് ഞാൻ മൂവ് ചെയ്യണം? ലെഫ്റ്റ് സൈഡിലോട്ട്. എത്ര യൂണിറ്റ് മൂവ് ചെയ്യണം? 2 യൂണിറ്റ് മൂവ് ചെയ്യണം. അപ്പൊ നോക്കി, 1 യൂണിറ്റ് മൂവ് ചെയ്തപ്പോ -5 ആയി, മറ്റൊരു യൂണിറ്റും കൂടി മൂവ് ചെയ്തപ്പോ -6 കറക്റ്റ്? അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് -6 ആണ്. ക്ലിയർ ആണോ? എന്നാ ഇതിന്റെയൊക്കെ ആൻസർ ഒന്ന് പറ മക്കളെ. ഇതിന്റെ ആൻസർ എന്താണ്? ആദ്യത്തെ ആൻസർ എത്രയാണ്? ഇത് -1 ആണ്. ഓക്കെ, ഇത് എത്രയാണ്? This is -7, right? -7. Okay. Then ഇതിന്റെ ആൻസർ എത്രയാണ്? 2. Yes, the answer is 2. എല്ലാവരും ഓക്കെ ആണോ? ഇത് ആർക്കും തെറ്റരുത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചെറിയ കാര്യമാണ് എങ്കിലും നിങ്ങൾ ഓർത്ത് വയ്ക്കണം. ഓക്കെ. ദെൻ അടുത്തൊരു കേസ് ഞാൻ പറയാണ്. ഇത് ഏത് അഡീഷൻ ആണ്? ഇത് ഏത് ടൈപ്പ് നമ്പർ ആണ്? Fraction. It's a fraction number, right? Okay. ഇതിനെ നമ്മൾ എങ്ങനെ ആഡ് ചെയ്യും? ഭംഗിയായിട്ട് ശ്രദ്ധിക്കണം. ഇതിനെ നമ്മൾ എങ്ങനെ ആഡ് ചെയ്യും? ആരെങ്കിലും ഒരാള് എങ്ങനെ ആഡ് ചെയ്യും? ഒരുപാട് മെത്തേഡുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ചില കുട്ടികൾ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, യെസ്, LCM കണ്ടുപിടിക്കും. ഓക്കെ, വെരി ഗുഡ്, LCM കണ്ടുപിടിക്കും. ഓക്കെ, ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നോട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ നോക്കിക്കോളൂ നിങ്ങൾ. ഞാൻ കുറച്ച് നോട്ട് പറയാൻ പോവാണ്. ഫസ്റ്റ് നോട്ട് എന്ന് പറയുന്നത്, എനിക്ക് തന്നിരിക്കുന്ന നമ്പേഴ്സിന്റെ ഡിനോമിനേറ്റർ സെയിം ആണ് എന്ന് വിചാരിക്കാം നിങ്ങൾ. ഫോർ എക്സാമ്പിൾ, A/P പ്ലസ് B/P ആണെന്ന് വിചാരിക്കാം. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഈ രണ്ട് നമ്പറിന്റെയും ഡിനോമിനേറ്റർ സെയിം ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് നമ്മൾ ഈ ന്യൂമറേറ്ററിനെ നമ്മൾ അങ്ങ് ആഡ് ചെയ്യാം. A+B/P അതുപോലെ എഴുതിയാൽ മതി. ഓക്കെ ആണോ? ഇതാണ് ഒന്നാമത്തെ കേസ്. ഇത് രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്, ഇതിന്റെ ഡിനോമിനേറ്റർ ഡിഫറെന്റ് ആയി എന്ന് വിചാരിക്കുക. A/P പ്ലസ് B/Q ആയി എന്ന് വിചാരിക്കുക. ഈ സമയത്ത് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യേണ്ട ടെക്നിക് എന്ന് പറയുന്നത്, ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്, ഇതിന്റെ ഡിനോമിനേറ്ററിന്റെ LCM കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. LCM കണ്ടുപിടിക്കുക.
അല്ലെങ്കിൽ കുട്ടികൾ ചെയ്യുന്ന മറ്റൊരു ടെക്നിക്ക് എന്ന് പറയുന്നത് ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും നമ്മൾ. ഓക്കെ ആണോ? എന്നിട്ട് ഇവിടെ നമ്മൾ എഴുതും, ആദ്യം ഈ എനെ ക്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ എ ക്യൂ പ്ലസ് ഈ പിനെ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ബി പി ഡിവൈഡഡ് ബൈ ഇതിനെ രണ്ടിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യും, ഡിവൈഡഡ് ബൈ പി ക്യൂ എന്ന് എഴുതും. ഇത് ശരിയാണ്. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ നമ്പർ എപ്പോഴും ഒരു വലിയ നമ്പർ കിട്ടും. എനിക്ക് എപ്പോഴും നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്പേഴ്സിന്റെ വലിപ്പം എപ്പോഴും ചെറുതാവുന്നതാണ് നമുക്ക് നല്ലത്. മനസ്സിലാവുന്നുണ്ടോ മക്കൾക്ക്? ഫോർ എക്സാമ്പിൾ ഇവിടെ 12 ഇവിടെ 24 ഒക്കെ ആണെങ്കിൽ 12 മൾട്ടിപ്ലൈഡ് വിത്ത് 24 എന്ന് പറഞ്ഞാൽ എനിക്കൊരു വലിയ നമ്പർ കിട്ടും. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് മെത്തേഡ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നമ്പേഴ്സിന്റെ LCM കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് LCM കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാൻ പോവാണ്. നിങ്ങൾ നോക്കിക്കോളൂ. നമ്മുടെ മെത്തേഡ് ഇങ്ങനെയാണ്. ഇറ്റ്സ് എ ന്യൂ മെത്തേഡ് ഫോർ യു. ഇത് നിങ്ങളുടെ ന്യൂ മെത്തേഡാണ്. നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാംസിന് നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു മെത്തേഡ് ഇതാണ്. മെത്തേഡ് ഇങ്ങനെയാണ്. എനിക്ക് രണ്ട് നമ്പറുകൾ തരുവാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ ആദ്യം ഉപയോഗിക്കുന്ന നമ്പർ 4ഉം 12ഉം ആണ് എന്ന് വിചാരിക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് ഈ തന്നിരിക്കുന്ന രണ്ട് നമ്പറുകളിൽ ഏറ്റവും വലിയ നമ്പർ ഏതാണെന്ന് ആദ്യം നിങ്ങൾ നോക്കുക. 4ഉം 12ഉം കൊടുക്കുമ്പോൾ ഏറ്റവും വലുത് ഏതാണ്? എല്ലാവരും ഓക്കെ ആണോ? അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ 12നെ എനിക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എനിക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്പർ കിട്ടുമോ ഇല്ലയോ? എത്ര കിട്ടും? 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എനിക്ക് 3 കിട്ടും അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ 12നെ 4 കൊണ്ട് എനിക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ ഈ നമ്പേഴ്സിന്റെ LCM എന്ന് പറയുന്നത് 12 ആണ്. അതിന്റെ അകത്തുള്ള ഏറ്റവും വലിയ നമ്പറാണ്. ഞാൻ മറ്റൊരു എക്സാമ്പിൾ പറയാം. ഐ ഹാവ് 3 നമ്പർ 6, 3, 18. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? ഇതിന്റെ അകത്തുള്ള വലിയ നമ്പർ എടുക്കുക. ഏതാണ് വലിയ നമ്പർ? 18. ഈ 18 എനിക്ക് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. 18 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ പെർഫെക്റ്റ് ആയിട്ട്? പറ്റും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ LCM എന്ന് പറയുന്നത് ആൻസർ ഈസ് ഈക്വൽ ടു 18. ക്ലിയർ? ഞാൻ മറ്റൊരു എക്സാമ്പിൾ പറയാണ്. എക്സാമ്പിൾ ഈസ് 4, 9, 18. ഒന്ന് കണ്ടുപിടിച്ചേ. ഇവിടുത്തെ ഏറ്റവും വലിയ നമ്പർ ഏതാണ്? 18 എനിക്ക് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 18 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. റൈറ്റ്? ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? വളരെ ഭംഗിയായിട്ട് ശ്രദ്ധിച്ചോണം. ഈ 18നെ നമ്മൾ ഒന്ന് ഡബിൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ 18നെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എത്ര കിട്ടും? 36. ഈ 36നെ ഈ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? എത്ര തവണ? 4 തവണ. ഈ 36നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 9. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ LCM എന്ന് പറയുന്നത് 36 ആണ്. ഓക്കെ ആണോ? ഞാൻ മറ്റൊരു എക്സാമ്പിൾ പറയാണ്. 10, 15. ഏറ്റവും വലുത് ഏതാണ്? 15. 15നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എന്ത് ചെയ്യണം? 15 ഡബിൾ ആക്കും. 15 × 2 30. ഈ 30നെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ
ആൻസർ എന്ന് പറയുന്നത് 30. 30. എളുപ്പമല്ലേ? എളുപ്പമല്ലേ? സിമ്പിൾ മെത്തേഡ് അല്ലേ? അപ്പൊ നിങ്ങൾ നോക്കിക്കോളൂ, ഇന്ന് മുതൽ നിങ്ങൾ ഇനി അങ്ങോട്ട് ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും LCM കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഷോർട്ട് കട്ട് മെത്തേഡ് ഇതാണ്. ഓക്കെ ആണോ? നമ്മൾ മാറ്റിയിട്ട് നമ്മൾ ഇനി യൂസ് ചെയ്യേണ്ടത് ഈ മെത്തേഡ്. ഞാൻ 2-3 എക്സാമ്പിൾ കൂടെ പറയാം, നിങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കണം. ഞാനിവിടെ 2-3 എക്സാമ്പിളുകൾ പറയാം. ഞാൻ ചില നമ്പറുകൾ എഴുതാം, നിങ്ങൾ കിട്ടുന്നുണ്ടോ നോക്കണം. 6, 3, 24. ഇത് ഒന്നാമത്തെ എക്സാമ്പിള്. രണ്ടാമത്തെ എക്സാമ്പിള് 9, 2, 36. Third one 2, 4, 8, 16. Fourth one 3, 9, 21. ഒന്ന് കണ്ടുപിടിച്ചേ. ആദ്യത്തെ LCM എത്രയാണ്? 24. എല്ലാവരും ഓക്കെ ആണോ? കാരണം 24നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഉത്തരം 24. ഇവിടെ 36. ആരൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ടോ ക്ലാസ്സില്? 36. 36. പറഞ്ഞോ, എന്താണ് പ്രശ്നം? 36നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലേ? 9 കൊണ്ട്, അപ്പൊ 36. ഓക്കെ. ഇവിടെ അടുത്തത് 16. യെസ്, 16നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 16നെ 4 കൊണ്ട് പറ്റും, 16നെ 2 കൊണ്ട് പറ്റും. അപ്പൊ 16. ഇവിടെയോ? ഇവിടെയാണ് പ്രശ്നം. ഇവിടെ എന്ത് ചെയ്യും? 21നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. 21 9 കൊണ്ട് ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ ഇയാളെ നമ്മൾ എന്ത് ചെയ്യണം? ഡബിൾ ചെയ്യണം. അപ്പൊ എത്ര കിട്ടും? 42. 9 പോവോ? ഇല്ല, പോവില്ല. ഓക്കെ. 42 3 പോവോ? അപ്പൊ എന്ത് ചെയ്യണം? ഒന്ന് പോവും, മറ്റൊന്ന് പോവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഇപ്പൊ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, പോകുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ 21നെ നമ്മൾ ഇനി 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? ആവുന്നുണ്ടോ? ആദ്യം നമ്മള് വലിയ നമ്പർ എടുത്തു. നമ്മുടെ മെത്തേഡ് എങ്ങനെയാണ്? ആദ്യം നമ്മൾ വലിയ നമ്പർ എടുത്തു, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? അത് ആ 2 നമ്പറിലും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ആ കിട്ടുന്ന നമ്പർ കൊണ്ട് 2നെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. എന്നിട്ടും പറ്റുന്നില്ലെങ്കിൽ നമ്മൾ അതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതും കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? എല്ലാവരും ഓക്കെ ആണ്? ആർക്കും ബുദ്ധിമുട്ടുകളില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയണം. ഇത് ഏറ്റവും എളുപ്പമുള്ള മെത്തേഡാണ്. നമുക്ക് ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും നമ്മൾ ഈ മെത്തേഡ് അഡോപ്റ്റ് ചെയ്താൽ മതി. ഇവിടെ നോക്ക്. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ പറ. ഇതിന്റെ ആൻസർ എന്ന് പറ. 1/2 + 3/4. എന്ത് ചെയ്യണം? 3/4. നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ഇതിന്റെ LCM കണ്ടുപിടിക്കണം അല്ലേ? LCM എത്രയാണ്? 2ഉം 4ഉം. LCM എത്രയാണ്? 4. യെസ്, അതിനെ നമ്മൾ ഇവിടെ എഴുതി വെക്കുക. 4. കറക്റ്റ്. ആദ്യത്തെ സ്റ്റെപ്പ് ആയോ? ഇനി ചെയ്യണം. ഇനി വളരെ ഭംഗിയായിട്ട് ശ്രദ്ധിക്കണം. ഇവിടെ ഭംഗിയായിട്ട് ശ്രദ്ധിക്കണം.
ഇവിടെ ഇപ്പോ ഡിനോമിനേറ്ററിൽ എത്രയാണുള്ളത്? 2 ആണ് അല്ലേ? ഇവിടെ ഡിനോമിനേറ്റർ 4 കിട്ടണമെങ്കിൽ ഞാൻ ഇവിടെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 2. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? ആ ആ നമ്പറിനെ എടുത്തിട്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? 1 × 2 പ്ലസ് ഇവിടെ ഓൾറെഡി 4 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ നമ്പറിനെ ഞാൻ ഒന്നും ചെയ്യേണ്ട, അതേപോലെ എടുത്ത് എഴുതുക. ഓക്കെ ആണോ? ഇവിടെ ഇതിന്റെ അർത്ഥം 3 × 1 ഉണ്ട് എന്ന് അർത്ഥം കേട്ടോ. ഓക്കെ ആണോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിക്കണം. അപ്പൊ എത്ര കിട്ടും? 2, ഇവിടെ 2 കിട്ടി, ഇവിടെ 3 കിട്ടി. അപ്പൊ 5 ഡിവൈഡഡ് ബൈ 4 എന്ന് കിട്ടി. മനസ്സിലായോ? എല്ലാവരും ഓക്കെ ആണോ? ഓക്കെ, എല്ലാവരും ഓക്കെ ആണ്. ഓക്കെ, വെരി ഗുഡ്. ഞാൻ മറ്റൊരു എക്സാമ്പിൾ പറയട്ടെ. ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. 2 ഡിവൈഡഡ് ബൈ 3 പ്ലസ് 4 ഡിവൈഡഡ് ബൈ 9. എത്രയാണ് ആൻസർ? എൽസിഎം എത്രയാണ്? 9. വെരി ഗുഡ്, 9. ഇനി ഇവിടെ ഓൾറെഡി 3 ഉണ്ട്. ആ 3ന്റെ കൂടെ ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ 9 കിട്ടും? 3. ആ 3 എടുത്തിട്ട് മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 2 × 3 പ്ലസ് ഇവിടെ ഓൾറെഡി 9 ഉണ്ട്. അപ്പൊ ഞാൻ ഒന്നും ചെയ്യണ്ട. അപ്പൊ 4 × 1 ചെയ്താൽ മതി. അപ്പൊ എത്ര കിട്ടി? ഇവിടെ 6 പ്ലസ് 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 10 ഡിവൈഡ് ബൈ 9. ഓക്കെ ആണോ? ഓക്കെ. ശരി, ഇതൊരു എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി പറ്റുമോ നിങ്ങൾക്ക്? ഒന്ന് വേഗം ട്രൈ ചെയ്തേ. ഞാൻ ഒരു 2 മിനിറ്റ് സമയം തരാം. ഒറ്റയടിക്ക് എനിക്ക് എൽസിഎം ഏതാന്ന് പറഞ്ഞൂടെ? 16. വെരി ഗുഡ്, വെരി ഗുഡ്. 16. ഓക്കെ, കറക്റ്റ്. ബാക്കി ബാക്കി 15/16. 15/. എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? ഓക്കെ, നമുക്ക് നോക്കാം. ഞാൻ ഈ ക്വസ്റ്റിനെ മറ്റൊരു അപ്രോച്ചിലൂടെ ചെയ്യാൻ പോവുകയാണേ. ഇത് ഈ ഒരു ക്വസ്റ്റിന്റെ ഒരു പ്രത്യേകതയാണ്, ഞാൻ കാണിക്കാം. ഈ 1/2 എന്ന് പറയുന്നത് എന്താ? 1/2 എന്ന് പറഞ്ഞാൽ ഞാൻ ഏതെങ്കിലും ഒരു സാധനത്തിന്റെ നടുക്ക് മുറിച്ച് 2 പീസാക്കുന്നു എന്നല്ലേ അർത്ഥം? അപ്പൊ ഇവിടെ നോക്കിക്കോ, എന്റെ കയ്യിൽ ഒരു സ്ക്വയർ, ഒരു വലിയൊരു ബോക്സ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, ഞാൻ ഈ ബോക്സിനെ മുറിച്ച് 2 ആക്കുവാണ്. ഇപ്പൊ നോക്കിയേ, ഇപ്പൊ ഈ ബോക്സിനെ മുറിച്ച് ഞാൻ 2 ആക്കി. അപ്പൊ ഇത് 1/2 ആണ്, ഇത് മറ്റൊരു 1/2 ആണ് അല്ലേ? ഓക്കെ ആണോ? ഓക്കെ. ഇനി 1/4 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഏതെങ്കിലും ഒരു ഹാഫ് ഉള്ളതിനെ വീണ്ടും ഹാഫ് ആക്കിയ പോരെ? നോക്കി നിങ്ങൾ, ഇതൊരു 1/4 ആണ്, ഇത് മറ്റൊരു 1/4 അല്ലേ? മനസ്സിലായിട്ടുണ്ടോ? മനസ്സിലായില്ല? ഇല്ല. ഓക്കെ, ഞാൻ ബാക്ക് പോവാം. ഓക്കെ, ഞാൻ ഈ നമ്പേഴ്സിനെ കളയണം. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിക്കോ. എന്റെ കയ്യിൽ ഒരു വലിയൊരു കേക്ക് ഉണ്ട്. ഞാൻ അതിനെ മുറിച്ച് നേരെ പകുതിയാക്കി കഴിഞ്ഞാൽ ഇത് നോക്കി, ഇങ്ങനെ മുറിച്ചു എന്ന് വിചാരിക്കും. ഒരു വലിയ കേക്കിനെ ഞാൻ മുറിച്ച് 2 ആക്കി. അപ്പൊ ഇത് ഹാഫും ആണെന്നുള്ളതിൽ ആർക്കും ഡൗട്ട് ഉണ്ടോ? ഇല്ല. എനിക്കൊരു കേക്കിന്റെ പകുതി പോർഷൻ കിട്ടിയതാണ് അല്ലേ? ഓക്കെ ആണോ? അത് ഓക്കെ ആണോ? ഇനി ഞാൻ ചെയ്യുന്ന എന്താണ്? ഇതിന്റെ അകത്തുള്ള ഒരു പകുതി പോർഷൻ, ഇത്രയുള്ള ഒരു പോർഷൻ എടുത്തിട്ട് ഈ പോർഷനെ ഞാൻ വീണ്ടും മുറിച്ച് പകുതിയാക്കുവാണ്. അപ്പൊ ഈ ഒരു പോർഷൻ എത്രയായിരിക്കും ഉണ്ടാവുക? 1/4 ആയിരിക്കില്ലേ?
ഡൗട്ട് ഉണ്ടോ? എടാ ഒന്നുമില്ല. എന്നുവെച്ചാൽ 1/2 പകുതി 1/2 പകുതി എന്ന് പറഞ്ഞാൽ അരയുടെ പകുതി പറഞ്ഞ 25 പറഞ്ഞ 1/4 അല്ലേ? 0.25 അല്ലേ കിട്ടുക? മനസ്സിലാവുന്നുണ്ടോ മക്കൾക്ക്? മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അതിനെനിക്ക് ഇങ്ങനെ വരച്ചാ പോരെ. നോക്കിയേ, ഇതൊരു ഹാഫ് ആണ്, അപ്പൊ ഇതൊരു 1/4 ആണ്, ഇതൊരു 1/4 ആണ് അല്ലേ? ഓക്കെ, ഞാൻ ഇനി ചോദിക്കുവാണ്, ഈ ഒരു 1/4 ഞാൻ വീണ്ടും മുറിച്ച് പകുതിയാക്കുവാണ്. അപ്പൊ ഇത് 1/8, ഇത് 1/8 ഇരിക്കില്ലേ? ഓക്കെ, ഈ ഒരു 1/8 വീണ്ടും ഞാൻ മുറിച്ച് പകുതിയാക്കുവാണ്. അപ്പോ 1/16, ഇത് 1/16 ആയിരിക്കില്ലേ? ഇതെല്ലാവരും ഓക്കെ ആണോ? ഓക്കെ, ശരി. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? ഇതാ 1/2 എന്ന് പറഞ്ഞ ഈ ഒരു വലിയ പോർഷൻ പ്ലസ് 1/4 പ്ലസ് 1/8 പ്ലസ് 1/16 എന്ന് പറഞ്ഞ ഇത്രയും വലിയ സ്ക്വയറിന്റെ അകത്തുനിന്ന് ഈ ഒരു പീസ് ഒഴികെ ബാക്കിയൊക്കെ കൂട്ടണം എന്നല്ലേ അതിന്റെ അർത്ഥം? അല്ലേ? അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുവാണ്, അത് കണ്ടുപിടിക്കാൻ ഈ മൊത്തം ഉള്ള പോർഷനിൽ നിന്ന് ഞാൻ ആ 1/16 കുറച്ചാ പോരെ? ഇത് മനസ്സിലായിട്ടുണ്ടല്ലോ? ഈ ലോജിക്ക് മനസ്സിലായിട്ടുണ്ടോ? എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടോ? ഇല്ല, കിട്ടിയിട്ടില്ല. മനസ്സിലായി. ഓക്കെ, നോക്കിക്കോ. ഈ ഷെയ്ഡ് ചെയ്തവരെ മനസ്സിലായിട്ടുണ്ടോ? ഇല്ല. ഇല്ല, ഇവിടെ നോക്കേ. നമ്മളോട് എന്താ പറഞ്ഞേക്കുന്നേ? ഒരു വലിയ കേക്ക് മുറിച്ച് കുറെ പീസുകളാക്കി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 1/2 1/4 1/8 1/16 തമ്മിൽ ആഡ് ചെയ്യണം. കറക്റ്റ്? ഓക്കെ ആണോ? അപ്പോ ഞാൻ എന്താ ചെയ്യുന്നത്? ഏതാണ് ഈ 1/2 എന്ന് പറയുന്നത്? ഏത് പോർഷൻ ആണ് 1/2 എന്ന് പറയുന്നത്? ഞാൻ ഈ റൗണ്ട് വരച്ചിരിക്കുന്ന പോർഷൻ. അതിന്റെ കൂടെ ആരെ കൂടെ കൂട്ടണം? ദാ 1/4 എന്ന് പറഞ്ഞ ഈ പോർഷൻ, 1/8 1/8 എന്ന് പറഞ്ഞ ഈ പോർഷൻ, പിന്നെന്താണ് 1/16 എന്ന് പറഞ്ഞ ഇത്രയും പോർഷൻ. ഞാൻ ഈ റൗണ്ട് വരച്ചിരിക്കുന്ന പോർഷൻസ് ഒക്കെ കൂട്ടണം. ശരിയാണോ? ഞാൻ ചോദിക്കുവാണ്, ഇത് മുഴുവൻ കൂട്ടുന്നതിന് പകരം ഞാൻ എന്ത് ചെയ്താൽ മതി? ഇത് മൊത്തത്തിലുള്ളത് 1 അല്ലേ? ഇതൊരു വലിയ കേക്കിൽ നിന്ന് കുറെ പീസ് ആക്കുമല്ലേ ചെയ്തത്? അപ്പൊ ഞാൻ പറയാണ്, ഈ വലിയ കേക്കിൽ നിന്ന് ഇവിടെ ഞാൻ ഒഴിവാക്കിയേക്കുന്നത് ഏത് പീസ് മാത്രമാണ് ഒഴിവാക്കിയേക്കുന്നത്? ഈ ഒരു പീസിനല്ലേ ഞാൻ ഒഴിവാക്കിയേക്കുന്നത്? ബാക്കിയൊക്കെ എനിക്ക് വേണമെന്നല്ലേ അതിന്റെ അർത്ഥം? അപ്പൊ എനിക്ക് ഇങ്ങനെ പറഞ്ഞാ പോരെ, മൊത്തം പീസ് പറഞ്ഞ ഈ 1-ൽ നിന്ന് ഈ ഒരു 1/16 ഒഴിവാക്കി കഴിഞ്ഞാൽ എനിക്ക് ഇതാ ഇത് കിട്ടുന്നല്ലേ അർത്ഥം? എല്ലാവരും ഓക്കെ ആണോ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അപ്പൊ ഇതിന്റെ ആൻസർ എത്ര കിട്ടും? ഇതിന്റെ ആൻസർ എത്ര കിട്ടും? 15/16. ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ഇതാണ്. ഞാൻ ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ എടുത്തത്. A പ്ലസ് B/C കിട്ടിയാൽ ഇതിന്റെ ആൻസർ എന്താണ്? ഇത് ഒന്നെന്ന് പറയുന്നത് ഒരു നോർമൽ നമ്പറും മറ്റൊന്നെന്ന് പറയുന്ന ഒരു റാഷണൽ നമ്പറുമാണ്. ഇതെങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്? പഠിച്ചു വെച്ചോളൂ. ഇതിനെ ആഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഈ ഇവിടെയുള്ള ഡിനോമിനേറ്ററിനെ എടുത്തിട്ട് ആദ്യം ഈ എനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ എയും സിയും മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് AC എന്ന് കിട്ടും. ഇവിടെയുള്ള സിമ്പൽ അതുപോലെ എഴുതുക, പ്ലസ് ഈ ബി അതുപോലെ എഴുതുക, ഓൾ ഡിവൈഡഡ് ബൈ സി എഴുതുക. ഇതാണ് ഉത്തരം. അപ്പൊ ഇവിടെ എന്ത് എഴുതണം? ആദ്യം ഈ 16 എടുത്തിട്ട് ഈ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 16 1 മൾട്ടിപ്ലൈ ചെയ്ത 16. ഇവിടെ മൈനസ് ആയതുകൊണ്ട് മൈനസ് അതുപോലെ എഴുതുക, മുകളിലുള്ള 1 എഴുതുക, ഡിവൈഡഡ് ബൈ 16 എഴുതുക. ആൻസർ എന്ന് പറയുന്നത് 15 ഡിവൈഡ് ബൈ 16 ആണ് ആൻസർ. 15/16. ഓക്കെ ആണോ? എല്ലാവരും ഓക്കെ ആണോ? ഓക്കെ ആണ്. അപ്പൊ ഈ ഒരു ഇക്വേഷൻ മക്കൾ ഓർത്ത് വെക്കും? ഓർത്ത് വെക്കുമല്ലോ അല്ലേ?
യെസ്, ഓർത്ത് വെക്കണം. സർ ആ സർ ഇപ്പോ എക്സാമ്പിൾ പറഞ്ഞത് A+B/C അല്ലേ, ഇത് മൈനസ് അല്ലേ, അപ്പൊ രണ്ടിനും ഒരേപോലെ തന്നെയാ? ഒരേപോലെയാണ്, പക്ഷെ ഈ നടുക്കെഴുതുന്ന സിമ്പൽ മാറ്റി എഴുതണം. ഇവിടെ മൈനസ് ആണെങ്കിൽ മൈനസ് എഴുതണം, ഇവിടെ പ്ലസ് ആണെങ്കിൽ പ്ലസ് എഴുതണം. ഇത് നമ്മൾ നോക്കിക്കോ. ഇപ്പം A+B/C ആണെന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് എഴുതണം? സീനെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ AC, ഇവിടെ പ്ലസ് ആണെങ്കിൽ അതേ പ്ലസ് ഇവിടെ എഴുതുക, B/C എഴുതുക. ഇനി A-B/C ആണെങ്കിലോ ഈ സീനെ എടുത്ത് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ AC ഇവിടെ മൈനസ് ആയതുകൊണ്ട് മൈനസ് ഇടുക, B എഴുതുക, /C എഴുതുക. ഓക്കെ ആണോ? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ശരി. ഓക്കെ, അപ്പൊ അഡീഷൻ ഇത്രയാണ്. അപ്പൊ സബ്ട്രാക്ഷൻ അപ്പൊ നമുക്ക് അധികം ഒന്നും പറയാനില്ല, ഇനി എളുപ്പമാണ്. ഇവിടെ നോക്കിക്കോ, നമ്മൾ അഡീഷൻ പറഞ്ഞ പോലെ തന്നെയാണ്, യാതൊരു മാറ്റവും ഇല്ല. ആദ്യത്തത് നോർമൽ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ 6ൽ നിന്ന് 4 മൈനസ് ചെയ്യണം. നമ്മുടെ നോർമൽ നമ്മൾ മൈനസ് ചെയ്യുന്ന മെത്തേഡ്. ആൻസർ 2 ആണ്. ഇനി നെഗറ്റീവ് നമ്പർ ആണെങ്കിലോ, നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു. ഇപ്പൊ -3 -2 ആണെന്ന് വിചാരിക്കുക. ഇതിന്റെ ആൻസർ എത്രയാണ്? -5. വെരി ഗുഡ്. ഓക്കെ, -5 ആണ്. ഇനി ഞാൻ ചോദിക്കുകയാണ് 2/3 -4/5 ആണെങ്കിലോ ഇവിടെ എന്താ മാറ്റം വരുത്തേണ്ടത്? നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം നമ്മൾ LCM കണ്ടുപിടിക്കുക. ഓക്കെ, 3ന്റെയും 5ന്റെയും LCM എത്രയാണ്? 15. യെസ്, 15. വെരി ഗുഡ്, 15. ഇനി എന്ത് എഴുതണം? ഇവിടെ 15 കിട്ടണമെങ്കിൽ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 5. 5 കൊണ്ട്. അപ്പൊ 2 × 5. ഇവിടെ മൈനസ് ആണെങ്കിൽ ആ മൈനസ് എടുത്ത് ഇവിടെ എഴുതുക. ഇവിടെ 5നെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 15 കിട്ടും? 3. അപ്പൊ 4 × 3 ചെയ്യാം. കറക്റ്റ്. അപ്പൊ എത്ര കിട്ടും? 10 - 12/15. So the answer is equal to -2/50. Correct? Okay ആണോ? Yes. Okay. എന്നാ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ്? മൾട്ടിപ്ലിക്കേഷൻ നോക്ക്. നോർമൽ മൾട്ടിപ്ലിക്കേഷൻ നമുക്കറിയാം. 3 × 2 എന്ന് പറഞ്ഞ 6 നമ്മൾ നോർമൽ എഴുതുന്നത് പോലെ. ഞാൻ ചോദിക്കുവാണ് -3 multiplied with 2. ഇതിന്റെ ആൻസർ എത്രയാണ്? -6. വെരി ഗുഡ്. എന്നാ -3 multiplied with -2 ആണെങ്കിലോ? 6. +6. യെസ്. അപ്പൊ ഓർത്ത് വെക്കുക, ഒരേ സൈൻ ആണെങ്കിൽ നെഗറ്റീവും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ ആൻസർ പോസിറ്റീവ് ആവും. ഓക്കെയാണ്. അപ്പൊ ഒരേ സൈനുകൾ മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ എപ്പോഴും പോസിറ്റീവ് ആണ്. നെഗറ്റീവും പോസിറ്റീവും മൾട്ടിപ്ലൈ ചെയ്താൽ എപ്പോഴും ഉത്തരം നെഗറ്റീവ് ആണ്. ഓക്കെ. എന്നാ അടുത്തത് 2/3 മൾട്ടിപ്ലൈഡ് വിത്ത് 1/4 ആണെന്ന് വിചാരിക്കുക. ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ വളരെ എളുപ്പം, ഒന്നും ചെയ്യാനില്ല. ന്യൂമറേറ്റർ 2 മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ 2 മൾട്ടിപ്ലൈ ചെയ്യുക. So 2 × 1 /3 × 4. 2/12. ഇനി ഇവിടുന്ന് നമ്മൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞ എത്ര കിട്ടും? 1 ഈ 2 ഈ 4ൽ 2 തവണ തട്ടിപ്പോയില്ലേ? അപ്പൊ 1/6 കിട്ടും അല്ലേ? ശരിയല്ലേ? ഓക്കെ ആണോ? ഓക്കെ, ഫൈൻ. ഡിവിഷൻ നോക്ക് നിങ്ങൾ. ഡിവിഷൻ, നോർമൽ ഡിവിഷൻ നിങ്ങൾക്ക് അറിയാം, യാതൊരു പ്രശ്നവുമില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ 4/2 ചെയ്താൽ ആൻസർ നമ്മൾ 2 ആണെന്ന് പറയും. ഓക്കെ. എന്നാ -4/2 ആണെങ്കിലോ ആൻസർ ഈക്വൽ ടു -2. ഓക്കെ. എന്നാ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. A/B
ഓൾ ഡിവൈഡ് ബൈ സി ബൈ ഡി ആണെന്ന് വിചാരിക്കുക. ഇവിടെ എന്ത് കിട്ടും? A into D by C. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഈ ന്യൂമറേറ്റർ ഉള്ളത് അതുപോലെ എഴുതുക, എ ഡിവൈഡ് ബൈ ബി. എന്നിട്ട് ഇവിടെ ഡിനോമിനേറ്റർ ഉള്ളതിന്റെ ഇൻവേഴ്സ് എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഇതിന്റെ തല തിരിച്ചിട്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഡി ഡിവൈഡ് ബൈ സി എഴുതിയാൽ മതി. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്ത് ചെയ്യണം? ഇതിന്റെ താഴെയുള്ള ഇവിടെ ഡിവൈഡഡ് ബൈ ഉള്ളതിനെ തല തിരിച്ചിട്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ ആണോ? ഓക്കെ ആണോ? നെക്സ്റ്റ് വൺ ഈസ് പവേഴ്സ്. ഇവിടെ നിങ്ങൾ ഒരു 3-4 ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മതി. ഞാൻ പറയാം. ആദ്യത്തെ ഇക്വേഷൻ എ റേസ് ടു എം മൾട്ടിപ്ലൈഡ് വിത്ത് എ റേസ് ടു എൻ ഉണ്ട് എന്ന് വിചാരിക്കുക. ഇതിന്റെ ആൻസർ എത്രയാണെന്ന് അറിയാം ആർക്കെങ്കിലും? A raised to M. Very good. The answer is equal to a raised to m plus n. രണ്ടാമത്തത് a raised to m divided by a raised to n. ഇവിടെ എന്ത് കിട്ടും? A raised to m. A raised to m. a raised to m minus n കിട്ടും. അതെന്തുകൊണ്ടാണ് കിട്ടുന്നതെന്ന് അറിയോ? ദാ അതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ പറയാം. നമ്മൾ എവിടെയെങ്കിലും 1 by a raised to n എന്ന് പറഞ്ഞാൽ ഈ a raised to n നെ എനിക്ക് മുകളിലേക്ക് കൊണ്ടുപോകുമ്പോ a raised to minus n എഴുതാം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. +1 പല പ്ലേസുകളിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. 1 by 10 raised to 3 ഉണ്ട് എന്ന് വിചാരിക്കുക. ഇതിനെ നമുക്ക് എന്ത് എഴുതാന്നറിയോ? ദിസ് ഇസ് ഈക്വൽ ടു 1 into 10 raised to minus 3 എന്ന് എഴുതാം. ഈ 10 raised to 3 നെ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോൾ 10 raised to minus 3 ആവും. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ. എന്നാ അടുത്തൊന്ന് a raised to m all raised to n ഉണ്ട് എന്ന് വിചാരിക്കുക. ഇതിന്റെ ആൻസർ a raised to mn ആണ്. എന്ന് പറഞ്ഞാൽ ഈ മുകളിലത്തെ രണ്ട് നമ്പറുകൾ നമ്മൾ അങ്ങ് ഗുണിക്കുക. n into m ഗുണിക്കുക. എന്നിട്ട് a എഴുതുക. ഓക്കെ ആണോ? The last one a raised to m divided by a raised to n all raised to k ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ ഇതിന്റെ ഉത്തരം എന്തായിരിക്കും അറിയോ? a raised to mk divided by a raised to nk എന്ന് കിട്ടും. കറക്റ്റ്? ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി എന്ത് ചെയ്യാം? ഈ a raised to nk നെ മുകളിലേക്ക് കൊണ്ടുപോകുമ്പോ a raised to minus nk എന്ന് കിട്ടില്ലേ? കിട്ടുമോ? കിട്ടും. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു a raised to k നെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ m minus n എഴുതിയാ പോരെ? ഇത് മനസ്സിലായിട്ടുണ്ടോ? ആരുടെ ഒരാളുടെ മൈക്ക് ഓൺ ആയിട്ടുണ്ട്? സംസാരിക്കാത്ത ആൾക്കാർ മൈക്ക് ഓഫ് ചെയ്യണം. സംസാരിക്കുന്ന ആൾക്കാർ മാത്രം മൈക്ക് ഓൺ ചെയ്യാം. ഓക്കെ, ഇത് ഡൗട്ട് ഉണ്ടോ? ഒന്നുകൂടെ പറയോ? ഒന്നുകൂടെ പറയാം. നോക്ക്, ഇവിടെ ഇപ്പൊ എന്താ ഉള്ളത്? a raised to m raised to k അല്ലേ? അപ്പൊ ഈ k നെ m ന്റെ കൂടെ കൊടുത്താൽ a raised to mk എന്ന് കിട്ടി. അതുപോലെ ഈ k എന്ന് പറയുന്നത് ഈ n നും കോമൺ അല്ലേ? അപ്പൊ താഴെ a raised to nk എന്ന് എഴുതണം. ഇത് ഓക്കെ ആണോ? ഇനി ഞാൻ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഈ ഡിനോമിനേറ്റർ ഉള്ളതിനെ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്ത് ചെയ്താൽ മതി? ആ പവറിൽ ഒരു നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുത്താൽ പോരെ? ഇവിടെ a raised to n മുകളിലേക്ക് പോകുമ്പോൾ a raised to minus n ആയില്ലേ? അതേപോലെ ഇത് ഇങ്ങോട്ട് വരുമ്പോ a raised to negative nk ആയില്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി ഇവിടുന്ന് ഇതിപ്പോ ഏത് ഫോം ആണുള്ളത്? a raised to m into a raised to n ഫോം അല്ലേ? അതെന്ന് പറഞ്ഞ a raised to m plus n അല്ലേ? അപ്പൊ ഇവിടെ എന്താ എഴുതേണ്ടത്? a raised to mk plus
മൈനസ് എൻ കെ അല്ലേ എഴുതേണ്ടത് അല്ലേ? പ്ലസും മൈനസും എടുത്തു വന്നു കഴിഞ്ഞാൽ മൈനസ് ആയില്ലേ? അപ്പൊ അതിനകത്ത് ഒരു കെനെ ഞാൻ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എം മൈനസ് എൻ കിട്ടിയില്ലേ? ഓക്കെ ആണോ? ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തായാലും ഇത് പഠിച്ചിരിക്കണം. ഇത് പഠിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഞാൻ ഇനി ഒരു ക്വസ്റ്റ്യൻ കാണിക്കാം. ഇതിന്റെ ആൻസർ ഒന്ന് പറഞ്ഞേ ആരെങ്കിലും. ഇതൊരു എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ട്രൈ ചെയ്തേ. ഞാൻ ഒരു മിനിറ്റ് സമയം തരാം. 6 raised to 0.075 multiplied with 7 raised to 0.75 multiplied with 42 raised to 0.25 is. എന്ത് ചെയ്യണം നമ്മള്? എന്ത് ചെയ്യാം നമുക്ക്? ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? ഇതാ ഇവിടെ നോക്ക് നിങ്ങള്. ഈ ആദ്യത്തെ 2 ടേമുകളെ മാത്രം നിങ്ങൾ കൺസിഡർ ചെയ്തേ. ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഇതിന്റെ 2 എണ്ണത്തിന്റെ പവറും സെയിം പവർ അല്ലേ? ആണോ? അപ്പൊ അത് ശരിക്കും ഇങ്ങനെയല്ലേ ഉള്ളത്? എ റേസ് ടു എം ഇൻറ്റു ബി റേസ് ടു എം പോലെയല്ലേ ഉള്ളത്? ഇതിനെ എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? എ ഇൻറ്റു ബി ഓൾ റേസ് ടു എം എന്ന് എഴുതിയാ പോരെ? തെറ്റുണ്ടോ? ഈ സ്റ്റെപ്പില് ആർക്കും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇല്ല. അപ്പൊ ഈ നമ്പറിനെ എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? 6 into 7 all raised to 0.75 എന്ന് എഴുതിക്കൂടെ? Multiplied with 42 raised to 0.25. Correct? ഈ 6 ഉം 7 മൾട്ടിപ്ലൈ ചെയ്ത് എത്ര കിട്ടും? 42. അപ്പൊ 42 raised to 75 multiplied with 42 raised to 0.25 അല്ലേ? ഇതിപ്പോ ഏത് ഫോമിലാണ് ഉള്ളത്? എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ഫോം അല്ലേ? അപ്പൊ ഇതിന്റെ ആൻസർ എത്രയാണ്? 42 raised to 0.75 plus 0.2. വെരി ഗുഡ്. ഇത് രണ്ടും ആഡ് ചെയ്ത് എത്ര കിട്ടും? 1. അപ്പൊ 42 raised to 1 എന്ന് പറഞ്ഞ ആൻസർ ഈസ് ഈക്വൽ ടു 42. എല്ലാവരും ഓക്കെ ആണോ? എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ അത്? യെസ്. അപ്പൊ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസുകൾ നമ്മൾ എക്സാമിന് പ്രതീക്ഷിക്കണം. ഓക്കെ, അപ്പൊ അത് മനസ്സിലായിട്ടുണ്ടല്ലേ? ഓക്കെ, ശരി. അപ്പൊ ഞാൻ അടുത്ത ടോപ്പിക്കിലേക്ക് പോട്ടെ. അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ടത് എന്തൊക്കെയാണ്? ഒന്ന്, ഈ പവേഴ്സിന്റെ ഈ 4 ഇക്വേഷൻസ് എന്തായാലും പഠിച്ചിരിക്കണം. പിന്നെ LCM കണ്ടുപിടിക്കുന്നതാണ് പിന്നീട് അറിയേണ്ടത്. ഓക്കെ ആണോ? ഓക്കെ. ഇനി നെക്സ്റ്റ് വൺ ഈസ് നോൺ ആസ് പൈ. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പൈ എന്ന് പറയുന്ന നമ്പർ കേട്ടിട്ടുണ്ടോ? എവിടെയാണ് കേട്ടിരിക്കുന്നത്? സർക്കിളിന്റെ കേസിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? പൈ ആർ സ്ക്വയർ, 2 പൈ ആർ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഓക്കെ, ഇതെന്താണ് മീൻ ചെയ്യുന്നത്? അല്ലെങ്കിൽ എന്താണ് ഇത്? എവിടുന്നാണ് ഇത് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നത്? അല്ലെങ്കിൽ എന്താണ് ഇത് മീൻ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, എന്റെ കൂടെ തന്നെ ശ്രദ്ധിക്കണം. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ്. ഓക്കെ, ഞാൻ ആദ്യം നിങ്ങളോട് ചോദിക്കുവാണ്. ഞാനിതാ ഇവിടെ ഞാനൊരു സർക്കിൾ വരയ്ക്കുവാണ്. ഓക്കെ, ഒരു സർക്കിൾ വരയ്ക്കണമെങ്കിൽ എനിക്ക് മിനിമം എന്തൊക്കെ വേണം? സെന്റർ വേണം. സെന്റർ മാത്രം മതിയോ? എനിക്കൊരു റേഡിയസ് വേണ്ടേ? റേഡിയസ് വേണം. ഞാൻ പറയുകയാണ്, സപ്പോസ് ഇത് 2 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. എന്താണ്? ഞാൻ ഇവിടെ റേഡിയസ് എത്രയാണ് എടുത്തേക്കുന്നത്? റേഡിയസ് 2 സെന്റിമീറ്റർ. ഈ 2 സെന്റിമീറ്റർ റേഡിയസില് ഞാൻ ഒരു സർക്കിൾ വരച്ചു. ഓക്കെ, ഇനി ഞാൻ ചെയ്യുന്നത്, ഈ സർക്കിളിന് ഞാൻ ഇവിടെ ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ചിട്ട് ഈ സർക്കിളിന് ഇങ്ങനെ പൊട്ടിച്ചിട്ട്
ഈ വയറിനെ അല്ലെങ്കിൽ ഈ സർക്കിൾ ഉണ്ടാക്കിയിരിക്കുന്ന വയറിനെ ഞാൻ ഇങ്ങനെ നിവർത്തി വെച്ചു എന്ന് വിചാരിക്കും. നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, ആർക്കും ബുദ്ധിമുട്ടില്ലല്ലോ. ഞാൻ ആദ്യം ഒരു സർക്കിൾ വരച്ചു, എന്നിട്ട് ആ സർക്കിളിനെ ഞാൻ ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ആ സർക്കിളിന്റെ രണ്ട് എൻഡിൽ പിടിച്ചിട്ട് ഞാൻ അതിനിങ്ങനെ നിവർത്തി വെച്ചു. എന്നിട്ട് ഞാനൊരു സ്കെയിൽ എടുത്തിട്ട് ഇങ്ങനെ അളന്ന് നോക്കുവാണ്, ഇത് എത്ര ലെങ്ത് ഉണ്ട് എന്ന് ഞാനൊന്ന് അളന്ന് നോക്കി. ഓക്കെ ആണോ? ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. 2 സെന്റിമീറ്റർ റേഡിയസിൽ നിങ്ങളൊരു സർക്കിൾ വരച്ചിട്ട്, അല്ലെങ്കിൽ ആ സർക്കിളിന്റെ മുകളിൽ നിങ്ങൾ ഒരു നൂലോ എന്തെങ്കിലും എടുത്ത് വെക്കുക, എന്നിട്ട് അത് പൊട്ടിച്ചിട്ട് നിവർത്തി നോക്കുക. എന്നിട്ട് ഇത് നിങ്ങൾ അളന്നാൽ നിങ്ങൾക്ക് ഇവിടെ ഈ വയറിന്റെ ലെങ്ത് കിട്ടുന്നത് എത്രയാണെന്ന് അറിയോ? ഞാൻ പറയാം. ആ നമ്പർ 12.56 സെന്റിമീറ്റർ കിട്ടും. നിങ്ങളുടെ വീട്ടിൽ പോയി ചെയ്യാം. ഞാനിത് ചെയ്ത് നോക്കിയിട്ടുള്ള ഒരു വാല്യൂ ആണ്. ഇത് ചെയ്താൽ എനിക്ക് 12.56 സെന്റിമീറ്റർ കിട്ടും. ഓക്കെ ആണോ? ഈ ലെങ്തിനെ ഇതിനെ നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്ന ഒരു പേരാണ് സർക്കംഫറൻസ്. കേട്ടിട്ടുണ്ടോ? സർക്കംഫറൻസ്, അല്ലെങ്കിൽ ഇത് നമ്മൾ പെരിമീറ്റർ, ചുറ്റളവ് എന്നൊക്കെ വിളിക്കാറില്ലേ? അപ്പൊ സർക്കംഫറൻസ് എനിക്ക് കിട്ടിയിരിക്കുന്നത് 12.56 ആണെന്ന് കിട്ടി. ഓക്കെ, ഞാൻ ഇനി ചെയ്യുന്നത്, ഞാൻ ഒരു പർട്ടിക്കുലർ റേഷ്യോ കണ്ടുപിടിക്കാൻ പോവാണ്. എന്താണ് എന്റെ റേഷ്യോ? സർക്കംഫറൻസ് ഡിവൈഡഡ് ബൈ ഡയമീറ്റർ. എന്താണ് സർക്കംഫറൻസ് ഡിവൈഡഡ് ബൈ, എന്താ ഡയമീറ്റർ എന്ന് പറഞ്ഞ? ഇതിന്റെ റേഡിയസിന്റെ ഡബിൾ. ഇത് കണ്ടുപിടിച്ച നിങ്ങൾ ഒന്ന് നോക്കിയേ, എത്ര കിട്ടും? 12.56 ഡിവൈഡഡ് ബൈ 2. സോറി, ഡയമീറ്റർ എത്രയാണ്? 4. ഇതൊന്ന് കാൽക്കുലേറ്ററിൽ ആരെങ്കിലും ചെയ്ത് നോക്കൂ, എത്ര കിട്ടുന്നു? 3.14. യെസ്. കാൽക്കുലേറ്റർ ഉണ്ടോ കയ്യില്? യെസ്. അപ്പൊ കാൽക്കുലേറ്റർ എല്ലാവരും നോക്കിക്കഴിഞ്ഞാൽ ഇത് 3.14 കിട്ടും. ഓക്കെ, അവിടെ വെച്ചേക്കും. ഞാനിനി മറ്റൊരു എക്സാമ്പിൾ എടുക്കാൻ പോവാണ്. ഞാൻ മറ്റൊരു സർക്കിൾ എടുത്തു. ഇത് കുറച്ചുകൂടി വലിയ സർക്കിൾ എടുത്തു. ഈ സർക്കിളിന്റെ റേഡിയസ് 3 സെന്റിമീറ്റർ ആണ് എന്ന് നിങ്ങൾ വിചാരിക്കുക. ഓക്കെ, 3 സെന്റിമീറ്റർ റേഡിയസ് കണ്ടുപിടിച്ചു. സർക്കിളിനെ വീണ്ടും ഞാൻ മുറിച്ചിട്ട് ഒരു വലിയ ലൈൻ ആക്കി. എന്നിട്ട് ഞാൻ ഇതിന്റെ സർക്കംഫറൻസ് മെഷർ ചെയ്തു. ഇതിന്റെ റേഡിയസ് എത്രയായിരുന്നു? റേഡിയസ് 3 സെന്റിമീറ്റർ ആയിരുന്നു. അപ്പൊ സർക്കംഫറൻസ് എനിക്ക് കിട്ടിയിരിക്കുന്നത് 18.84. ഇവിടെയും ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഞാൻ നേരത്തെ കണ്ടുപിടിച്ച പോലെ സർക്കംഫറൻസ് ഡിവൈഡഡ് ബൈ ഡയമീറ്റർ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പൊ എത്ര കിട്ടും നോക്കി നിങ്ങൾ? 18.84 ഡിവൈഡഡ് ബൈ ഡയമീറ്റർ എത്രയാണ്? ഇതൊന്ന് കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുക്കും ആരെങ്കിലും. 3.14. എത്രയാണ്? 3.14. Again I get 3.14. Very good. Then one more example. I am taking a കുറച്ചും കൂടി വലിയ സർക്കിൾ എടുത്തു. ഇത് 5 സെന്റിമീറ്റർ ആയിക്കോട്ടെ. ഞാൻ ഇവിടെയും എന്റെ റേഡിയസ് 5 സെന്റിമീറ്റർ ആണ്. ഞാൻ ഇവിടെയും ഈ സർക്കിളിനെ മുറിച്ചിട്ട് ഞാൻ ഇതിന്റെയും സർക്കംഫറൻസ് കണ്ടുപിടിക്കാൻ പോവാണ്. അത് കണ്ടുപിടിച്ചപ്പോ എനിക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 31.41 സെന്റിമീറ്റർ ആണ്. ഇവിടെയും ഞാൻ സർക്കംഫറൻസ് ഡിവൈഡഡ് ബൈ ഡയമീറ്റർ റേഷ്യോ കണ്ടുപിടിച്ചാൽ 31.41 ഡിവൈഡഡ് ബൈ എത്ര കിട്ടും? 5 ആണോ 10 ആണോ? 3.14. ഇവിടെ 10 ചെയ്താൽ 3.14 കിട്ടും. ഈ 3 എക്സാമ്പിളിലും കോമൺ ആയിട്ടുള്ള ഒരേ ഒരു ഫാക്ടർ എന്താണ്? 3.14. യെസ്, എക്സാക്ട്ലി. എന്ന് പറഞ്ഞാൽ പഠിച്ചു വെച്ചോളൂ, ദ ലെറ്റർ പൈ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? പൈ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ, എന്ത് റേഷ്യോ ആണ്?
ഒരു സർക്കിളിനെ സംബന്ധിച്ചിടത്തോളം ആ സർക്കിളിന്റെ സർക്കംഫറൻസ് ഡിവൈഡഡ് ബൈ ഡയമീറ്റർ തമ്മിലുള്ള റേഷ്യോ കണ്ടുപിടിച്ചാൽ കിട്ടുന്ന ആ കോൺസ്റ്റന്റ് നമ്പറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പൈ. ഓക്കെ ആണോ? ഇവിടെ നിന്നാണ് നമുക്കറിയാം സർക്കിളിന്റെ റേഡിയസ് 6 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഡയമീറ്റർ എത്രയാണ്? 2r. 2r അല്ലേ? അപ്പൊ സർക്കംഫറൻസ് ഡിവൈഡഡ് ബൈ 2r എന്ന് എഴുതിയാ പോരെ? ഈ 2r നെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? 2πr. 2πr ഈക്വൽ ടു എന്താണ്? ഈ സാധനല്ലേ? അത് സർക്കംഫറൻസ് അല്ലേ? ഇവിടെ നിന്നാണ് സർക്കംഫറൻസിന്റെ ഇക്വേഷൻ 2πr ആണ് എന്ന് എനിക്ക് കിട്ടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇത്രയും നാളെ നിങ്ങൾ സർക്കംഫറൻസ് ഈക്വൽ ടു 2πr എന്ന് പഠിച്ചു വെച്ചത് ഇങ്ങനെയാണ്. ഇത്രയും മക്കൾക്ക് ഓക്കെ ആണോ? ഓക്കെ. വെരി ഗുഡ്. യെസ്. ഇനി ഞാൻ കുറച്ച് ബേസിക്കൽ ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻ പറയാണ്. വളരെ ചെറിയ ഇൻഫർമേഷൻ ആണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് തന്നെ അറിയാം. നിങ്ങൾക്ക് അറിയുന്നത് മാത്രം പറഞ്ഞാൽ മതി. നിങ്ങള് ഒരു ട്രയാങ്കിൾ ഉണ്ട് എന്ന് വിചാരിക്കും. ഇതിന്റെ ഒരു സൈഡ് ഒരാളുടെ മൈക്ക് ഓൺ ആണ്. മൈക്ക് ഓൺ അല്ലേ? ആണോ? ഓഫായോ? ഇപ്പോ ഞാൻ ഈ ഒരു പോയിന്റ് കൂടെ പറഞ്ഞിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇപ്പൊ ടൈം എത്രയായി? ഇപ്പോ 8:30 ആയോ? 8:30 ആയല്ലേ? എന്നാ ഒരു കാര്യം ചെയ്യാം. നമുക്ക് നിങ്ങൾക്ക് ഒരുപാട് സമയം എടുത്ത് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല ഞാൻ. അടുത്ത സെഷൻ കുറച്ചും കൂടി ടൈം എടുക്കും. ട്രയാങ്കിൾസും അതുപോലെ റെക്ടാങ്കിൾസും ഇതൊക്കെ കുറച്ചും കൂടി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഒരു സെഷൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഞാൻ എന്നാൽ ഇതിന്റെ കൂടെ തന്നെ ഓക്കെ, അതും ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. പൈതഗോറസ് തിയറം ആണ് ഇനി പറയാനുള്ളത്. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പൊ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചേക്കുന്നതെന്ന് റീക്യാപ്പ് ചെയ്യാൻ പറ്റുമോ? ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചേക്കുന്നത്? മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് പഠിച്ചു, അഡീഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചു, എൽസിഎം കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് പഠിച്ചു. LCM ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് LCM കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ്. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് ആൻഡ് ഇറ്റ് ഇസ് എ പവർഫുൾ ടൂൾ. നമുക്ക് എക്സാം റൂമിന്റെ അകത്ത് നിന്ന് എനിക്ക് എളുപ്പത്തിൽ ആൻസർ കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡാണ്. ഓക്കെ, ഒരിക്കലും നിങ്ങൾ ഫാക്ടറൈസേഷൻ മെത്തേഡോ അല്ലെങ്കിൽ നിങ്ങൾ ലിസ്റ്റിംഗ് മെത്തേഡിലേക്കൊന്നും ഒരിക്കലും പോകരുത്. ഇറ്റ് വിൽ ടേക്ക് മോർ ടൈം. ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ പവേഴ്സ് പഠിച്ചു. പവേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്. a⁻m into a⁻n പവേഴ്സും കൂടെ നിങ്ങൾ പഠിക്കണം. ദെൻ ഈ സർക്കിൾസ് പഠിക്കണം. യെസ്, വെരി ഗുഡ്. അത് തന്നെ. അപ്പൊ അത്രയും പോർഷൻസ് മക്കൾ പഠിക്കണം. പവേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ എക്സാമിനും ചോദിക്കുന്നതാണ് ഈ പവേഴ്സ്. ഓക്കെ ആണോ? ഇത്രയും ഓക്കെ ആണോ? ഇന്ന് ഞാൻ പറഞ്ഞ പോയിന്റുകളൊക്കെ ഓക്കെ ആണോ? ഓക്കെ, ശരി. അപ്പൊ അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. അപ്പൊ ഇപ്പൊ നമ്മൾ കുറച്ച് എന്താണ് 1/2 + 1/4 + 1/8 + 1/16 പറഞ്ഞില്ലേ? അപ്പോ 1/2 - 1/4 - 1/8 - 1/16 ആണെങ്കിൽ ഇല്ല, ഞാൻ പറഞ്ഞിരിക്കുന്നത് ആ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ മാത്രമാണ്. ആ ഒരു ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻ. അതിനൊരു ജനറൽ ഫോമും കൂടെ ഉണ്ട്. ഞാൻ അതുകൂടി നമ്മൾ പറഞ്ഞുകൊണ്ട് ഏതായാലും ഞാൻ അതും കൂടി എഴുതാം. ഇപ്പൊ എന്റെ ബോർഡ് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ജനറലൈസ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇതിനൊന്നും കൂടി ജനറലൈസ് ചെയ്ത് വേണമെങ്കിൽ എഴുതാം. ഇത് ഈ ഒരു പാറ്റേണിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാം?
ഇത് നോക്ക്, ഇത് 1 ഇത് 2⁻1 ആണ് അല്ലേ? ഈ 4നെ എനിക്ക് 2 സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? 8നെ എനിക്ക് 2 ക്യൂബ് എന്ന് എഴുതിക്കൂടെ? 16നെ 2⁻4 എന്ന് എഴുതിക്കൂടെ? എഴുതിക്കൂടെ? ഇതിങ്ങനെ പോയി പ്ലസ് അപ് ടു 1/2n വരെയാണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ എത്രയാന്ന് ചോദിച്ചാൽ ആൻസർ എന്ന് പറയുന്നത് 1 മൈനസ് ഈ ലാസ്റ്റ് നമ്പർ എടുത്ത് എഴുതിയാൽ മതി. നമുക്ക് ഇവിടെ ലാസ്റ്റ് 16 ആയതുകൊണ്ടാണ് നമ്മൾ 1 മൈനസ് 1/16 എഴുതിയത്. ഇനി ഇവിടെ പ്ലസ് 1/32 പ്ലസ് 1/64 കുറെ ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ ഇതൊന്നും ആഡ് ചെയ്യാൻ നിൽക്കരുത്. നമ്മൾ എന്ത് ചെയ്താൽ മതി? 1 മൈനസ് 1 ഈ ലാസ്റ്റ് ഉള്ള നമ്പർ അങ്ങ് എടുത്ത് എഴുതിയാൽ മതി. ഓക്കെ ആണോ? ഇത് അഡീഷന്റെ ഒരു പ്രോപ്പർട്ടി മാത്രമാണ് കാണിച്ചിരിക്കുന്നത്. മൈനസ് വരുമ്പോൾ നമ്മൾ നോർമൽ നമ്മുടെ മെത്തേഡിലേക്ക് തന്നെ പോകേണ്ടി വരും. ഓക്കെ ആണോ? ഓക്കെ ആണ്. ഓക്കെ.